ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എഗ്ഗ് കറിയുടെ മുട്ടക്കറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് അത് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനത് എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലൂടെ ഞാൻ വെറുതെ അപ്പോൾ എന്ന് പറയും, അത് അറിയാതെ വായിന്ന് വരുന്നതാണ് കേട്ടോ. ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതാ നമുക്കങ്ങനെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് അതിലോട്ട് സ്പൈസസ് ഇടാം. പട്ട, ഗ്രാമ്പൂ, പിന്നെന്തായിട്ട് പെരിഞ്ചീരകം അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഉള്ളി, പച്ചമുളക്, സവോള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് അതിൻ്റെ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഉണ്ടാക്കാം ഇടുക. എന്നിട്ട് അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഞാൻ ഒരു പാത്രത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു പിടി തേങ്ങ, ഇപ്പോൾ തേങ്ങ വളരെ കുറച്ച് മതി, പക്ഷേ ഗ്രേവി നല്ല തിക്കുണ്ടാവും കേട്ടോ. അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ മിക്സഡ് ജാറിലോട്ട് മാറ്റി ചൂടാറിയിട്ട് അത് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മുട്ട, 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ മുട്ട എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാം, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് പെരിഞ്ചീരകം കൂട്ടിട്ട് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു പിടി സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി എല്ലാം കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കും. ഉരുളക്കിഴങ്ങ് വേവേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി വെന്ത ഉരുളക്കിഴങ്ങാണ്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലോട്ട് ചേർക്കാം. ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ മുട്ടയെല്ലാം പുഴുങ്ങി വെച്ചതാണല്ലോ, പിന്നെ ഒന്നും വേവാനില്ല. അപ്പോൾ അത് കാരണം അതും കൂടി ഇട്ട് കൊടുത്താൽ കറി സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഒന്ന് തിളച്ച ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അതിനെ പുഴുങ്ങി 4 ആക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവസാനം കുറച്ച് കസൂരി മേത്തി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അടിപൊളി, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, പക്ഷേ സൂപ്പർ മുട്ടക്കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് വൈകുന്നേരം ഉണ്ടാക്കിയ, അപ്പോൾ രാത്രിയിലേക്ക് ഞാനൊന്ന് ആപ്പമാണ് ഉണ്ടാക്കിയ, അപ്പോൾ അതിനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഞാൻ വീണ്ടും പറയണം, ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.